ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ കലാവതി മുത്തശ്ശി വീട്ടിലേക്ക് വന്നതോടുകൂടെ തന്നെ സുധിയുടെ മുഖത്ത് യാതൊരുവിധ സന്തോഷവും കാണുന്നില്ല. ഏകദേശം അതേ ഒരു അവസ്ഥയിൽ തന്നെയായിരുന്നു ചന്ദ്രമതിയും. കലാവതി അച്ചമ്മ തന്റെ മൂർച്ചയുള്ള കണ്ണുകൾ സുധി എങ്ങനെ ആകെ മൊത്തമൊന്ന് വീക്ഷിച്ചു. എന്നിട്ട് എന്തൊക്കെയോ സംശയങ്ങൾ ഉള്ളിലൊലിപ്പിക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ അച്ചമ്മ മൗനം ഭേദിച്ചു ചോദിച്ചു, എന്താണ് സുധി നിനക്ക് പറ്റിയത്? എന്താ നീ ഇങ്ങനെയൊക്കെ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? സുധി പെട്ടെന്നൊന്ന് ഞെട്ടി ആലോചനയിൽ നിന്നും ഉണർന്നു. ഉള്ളിലെ സങ്കടങ്ങളും വേവരാതികളും പുറത്ത് കാണിക്കാനാവാതെ അവൻ പരമാവധി ശ്രമിച്ചു. അവൻ പതറുന്ന ശബ്ദത്തോട് പറഞ്ഞു, ഒന്നുമില്ല അച്ചമ്മേ, എനിക്കൊരു കുഴപ്പമില്ല, വെറുതെ തോന്നിയതായിരിക്കും. എന്നാ അച്ചമ്മ അതത്ര പെട്ടെന്നൊന്നും പറ്റിക്കാൻ ആർക്കും കഴിയില്ലായിരുന്നു. അവർ കസേരയിൽ നിന്നും അല്പം മുന്നോട്ട് ആഞ്ഞിരുന്നു. എന്നിട്ട് വീണ്ടും ചോദിച്ചു, പിന്നെ എന്താണ് നീ ഉറക്കം പോലും ഇല്ലാതെ ഇങ്ങനെ ഭ്രാന്തനെ പോലെ നടക്കുന്നത്? നിന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം എന്തൊക്കെയോ കാര്യമായിട്ട് ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന്. നിന്റെ ഭാര്യ ശ്രുതി നിന്നെ വിളിച്ചില്ലേ ഇന്ന്? അതാണോ നിന്റെ ഈ ഒരു കിടപ്പും നടപ്പൊക്കെ ഇങ്ങനെ? അതോ അവളുമായിട്ട് നീ വല്ല വഴക്കമുണ്ടാക്കിയോ? അച്ചമ്മ ശ്രുതിയുടെ പേര് പറഞ്ഞപ്പോൾ ചന്ദ്രമതിയുടെ മുഖം പെട്ടെന്ന് തന്നെ വിളറി വെളുത്തു. അവരുടെ നെഞ്ചിരിപ്പ് വർദ്ധിച്ചു. ആ സമയം സുധിയുടെ മനസ്സിലൂടെ പലവിധ ചിന്തകൾ അങ്ങനെ കടന്നുപോയി. അച്ചമ്മയോട് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങ് തുറന്നു പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും അച്ചമ്മ തന്റെ ഭാഗത്ത് നിൽക്കുക തന്നെ ചെയ്യും. ശ്രുതിയെ വീട്ടിലേക്ക് തിരിച്ച് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യും. അച്ചമ്മ തന്നെ മുൻകൈ എടുക്കും അങ്ങനെ അവളെ കൊണ്ടുവരാന്. പക്ഷേ അങ്ങനെ ചെയ്താൽ അതോടുകൂടി താനും തന്റെ അമ്മയും തമ്മിലുള്ള ബന്ധം എന്നേക്കുമായി ഇല്ലാതാവും. അമ്മയെ അച്ചമ്മയുടെ മുന്നിൽ നാണം കെടുത്താൻ അവന്റെ മനസ്സ് അനുവദിച്ചില്ല. പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ എന്ന കടുത്ത വല്ലാത്തൊരു മാനസിക സംഘർഷത്തിൽപ്പെട്ട് ശ്രുതി ആകങ്ങനെ ഉരുകുകയായിരുന്നു. അവൻ പതർച്ചയോട് വീണ്ടും പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല അച്ചമ്മേ, അവൾ വിളിക്കാറുണ്ട്. ശ്രുതിയുടെ മറുപടി കേട്ടുവെങ്കിലും കലാവതി അച്ചമ്മയുടെ സംശയമൊന്നും മാറിയില്ല. അവർ തന്റെ സംശയം ചന്ദ്രമതിയുടെ മുഖത്തേക്ക് നോക്കി. എന്താ ചന്ദ്രൻ, നിന്റെ മുഖം എന്താ ഇങ്ങനെ ഒരുമാതിരി വല്ലാതിരിക്കുന്നത്? നീ എന്തോ ഒളിക്കാൻ ശ്രമിക്കുന്നത് പോലെ തോന്നുന്നുണ്ടല്ലോ. ചന്ദ്രമതി പെട്ടെന്ന് സ്വയം നിയന്ത്രിച്ചുകൊണ്ട് ഒരു കള്ളച്ചിരി വരുത്തി തീർത്തു. അല്ലമ്മേ, ഒന്നുമില്ല. എനിക്ക് എന്ത് പറ്റാനാ? ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. അല്ല, നിന്റെ മരുമോൾ ശ്രുതി ഇവിടെ നിന്ന് സ്വന്തം വീട്ടിലേക്ക് പോയിട്ട് നീ അവളെ ഇങ്ങോട്ടേക്ക് വിളിക്കോ മറ്റോ ചെയ്തോ? അവൾ ഇവിടെ സുഖമായിട്ടിരിക്കുന്നോ? ബാംഗ്ലൂരിലേക്ക് പോയി എന്നല്ലേ പറഞ്ഞ്? എന്നിട്ട് നീ അന്വേഷിച്ചോ? അച്ചമ്മയുടെ ചോദ്യം ഒരു അമ്മ പോലെയാണ് ചന്ദ്രമതിയുടെ നേർക്കങ്ങ് വീണത്. അതമ്മേ, ഞാൻ വിളിച്ചിരുന്നു, അവൾ അവിടെ സുഖമായിട്ടിരിക്കുന്നു. ചന്ദ്രമതി ഒരുവിധം വാക്കുകളങ്ങ് ഒപ്പിച്ചു. എങ്കിൽ ഒരു കാര്യം ചെയ്യേ, എനിക്ക് അവളോട് ഒന്ന് സംസാരിക്കണം. നീ ഇപ്പൊ തന്നെ അവളോട് ഫോൺ എടുത്ത് അവളെ ഒന്ന് വിളിക്ക്. അച്ചമ്മ കർക്കശമായി തന്നെ സ്വരത്തിൽ പറഞ്ഞു. ചന്ദ്രമതിയുടെ ഉള്ളിലപ്പോ ഒരു തീപ്പൊരി കാണുന്നുണ്ടായിരുന്നു. ചന്ദ്രമതിയുടെ മുന്നിലപ്പോ ഒരു തീപ്പൊരി പാരുന്നുണ്ടായിരുന്നു. ഫോണ് വെച്ച ശ്രുതി ഇവിടെ ഇല്ല എന്ന സത്യം പറഞ്ഞേണ്ടി വരും. താൻ അവളെ ഇറക്കി വിട്ടു എന്ന് അച്ഛൻ പറഞ്ഞാൽ പിന്നെ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് ചന്ദ്രമതിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അവൾ പരിഭ്രമത്തോടെ പറഞ്ഞു, അത് പിന്നെ അമ്മേ, ഇപ്പൊ വിളിച്ച. അച്ചമ്മ പെട്ടെന്ന് സുധിയുടെ നേർക്കങ്ങ് തിരിഞ്ഞു. എടാ സുധി, നിന്റെ അമ്മക്ക് എന്താ ഒരു മടിയുള്ളത് പോലെ? എങ്കിൽ ഇന്ന് നിന്റെ ഫോൺ എടുത്തിട്ട് ശ്രുതി ഒന്ന് വിളിക്കടാ. എനിക്ക് എന്റെ മരുമകളോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. ശ്രുതി തന്റെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി. അമ്മയുടെ കണ്ണിലെ ഭയവും ദയനീയതയും അവൻ കണ്ടു. അവൻ വിഷമത്തോടെ പറഞ്ഞു, അല്ലച്ചമ്മേ, അവളിപ്പോ വല്ല തിരക്കിലുമാണെങ്കിലോ, പിന്നീട് വിളിക്കാം. എന്താണ് നിനക്ക് അവനെ വിളിക്കാൻ ഇത്ര ബുദ്ധിമുട്ട്? സ്വന്തം ഭാര്യയെ വിളിക്കാൻ നീ എന്തിനെങ്ങനെ മടിക്കുന്നത്? അച്ചമ്മയുടെ സ്വരത്തിൽ ഗാംഭീര്യം കൂടി വന്നു. ഈ സമയം ചന്ദ്രമതിക്ക് രംഗം വഷളാവുന്നത് മനസ്സിലായി. അവർ അടുത്ത കള്ളത്തരം മെനയാൻ തുടങ്ങി. അവർ വേഗം തന്നെ അച്ചമ്മയുടെ അരികിലേക്ക് ചെന്ന് പറഞ്ഞു, അമ്മേ, അതുകൊണ്ടൊന്നുമല്ല. അവൾ ചിലപ്പോ പകൽ മുഴുവൻ അവിടെ ജോലി ചെയ്ത് നല്ലോണം ക്ഷീണിച്ചിട്ട് കിടക്കുമായിരിക്കും. ഈ സമയത്ത് നമ്മളായിട്ട് വെറുതെ അവളെ ശല്യം ചെയ്യേണ്ടല്ലോ. അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ? അവൾ ഉറങ്ങിക്കാണും. അല്ല, നിന്നോട് അവളെ അങ്ങനെ പറഞ്ഞോ? അവൾ വിളിച്ച് സംസാരിച്ചിരുന്നോ? അച്ചമ്മ ചന്ദ്രമതിയെ സൂക്ഷിച്ചൊന്ന് നോക്കി. അതേ അമ്മേ, വൈകുന്നേരം ഞാൻ അവളെ വിളിച്ചപ്പോൾ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല തലവേദനയുണ്ടെന്ന് അമ്മയെന്നൊക്കെ. അങ്ങനെ നേരത്തെ തന്നെ കിടന്നുറങ്ങാൻ പോവുകയാണെന്നൊക്കെ അവൾ എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ വിളിച്ച് വെറുതെ കുട്ടിയെ ശല്യം ചെയ്യണോ? ചന്ദ്രമതി തികച്ചും സ്വാഭാവികം എന്നോളം തന്നെ കള്ളം തട്ടിവിട്ടു. അത് കേട്ടപ്പോൾ കലാവതി അച്ചമ്മ അല്പം മാനോർജനയിലാണ്ടു. ചന്ദ്രമതിയുടെ മുഖത്ത് ഭാവവ്യത്യാസങ്ങളൊന്നും തന്നെ കാണാത്തത് കൊണ്ട് അവർക്കത് വിശ്വസിക്കേണ്ടി വന്നു. സത്യമാണോ ചന്ദ്രൻ നീ ഈ പറയുന്നത്? അതോ എന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണോ? അയ്യോ, അമ്മയോട് ഞാൻ എന്തിനാ കള്ളം പറയുന്നത്? അങ്ങനെ കള്ളത്തിനും പറയേണ്ട യാതൊരു വിധ കാര്യവും എനിക്കില്ല. അതെ, ഈ ലോകത്തോട് ആരോട് കള്ളം പറഞ്ഞാലും ഞാൻ എൻ്റെ അമ്മായിമ്മയോട് കള്ളം പറയില്ല. അത് അമ്മക്കും അറിയാവുന്നതല്ലേ? ചന്ദ്രമതി തന്റെ ഭക്തിയും സ്നേഹവും അഭിനയിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. അച്ചമ്മ ചന്ദ്രമതിയെ നോക്കി ദീർഘമായി ഒന്ന് ശ്വാസം വിട്ടു. അതെനിക്ക് നന്നായിട്ടറിയാം ചന്ദ്രേ. നിന്നെ ഇന്നലെയൊന്നും കാണാൻ തുടങ്ങിയതൊന്നുമല്ലല്ലോ ഞാന്. രവീന്ദ്രൻ നിന്നെ വിവാഹം കഴിച്ച് ഈ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറ്റിക്കൊണ്ടുവന്ന അന്ന് മുതൽ നിന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാണല്ലോ എനിക്ക് നിന്റെ മേൽ ചെറിയൊരു സംശയം പോലും തോന്നിയത്. പിന്നെ ഒരു കാര്യം, ഞാൻ ഈ കേട്ടതൊന്നുമല്ല സത്യം. ഇതിന് പിന്നിൽ വേറെ എന്തെങ്കിലും കള്ളത്തരമുണ്ടെന്ന് പിന്നീട് ഞാൻ എങ്ങാനും മറന്നു കഴിഞ്ഞാ അപ്പോ ഈ കലാവതിയുടെ ശരിക്കുമുള്ള സ്വഭാവം നീ അങ്ങ് അറിയും. അത് നീ ഒന്ന് ഓർത്തു വെച്ചോ. അത്രയും പറഞ്ഞ് അച്ചമ്മ ചാരുകസയിൽ നിന്നും എഴുന്നേറ്റ് അകത്തേക്ക് നടന്നുപോയി.
അവരുടെ അവരിങ്ങനെ പടികൾ ചവിട്ടുന്ന ശബ്ദം കേട്ടുകൊണ്ട് ചന്ദ്രമതിയും സുധിയും ഒരുപോലെ ഇങ്ങനെ ആശ്വാസത്തോടെ ഇങ്ങനെ ശ്വാസം വിട്ടുവെങ്കിലും ഉള്ളിലെ ആദ്യം ഒട്ടും തന്നെ കുറഞ്ഞിരുന്നില്ല. അങ്ങനെ അച്ചമ്മ നേരെ അകത്തെ മുറിയിലേക്ക് അങ്ങ് കയറി പോവാണ്. അങ്ങനെ അച്ചമ്മ പോയി എന്ന് ഉറപ്പായതോടുകൂടി സുധി തന്റെ അമ്മയുടെ നേർക്കങ്ങ് തിരിഞ്ഞു. അവന്റെ ഉള്ളിൽ ഇത്രയും നേരം അമർത്തി വെച്ചിരുന്ന ആ ഒരു സങ്കടവും രോഷവും എല്ലാം തന്നെ അണ പൊട്ടി ഒഴുകാൻ തുടങ്ങി. അവൻ കരച്ചിലിന്റെ വക്കിലെത്തിയിരുന്നു. അങ്ങനെ വല്ലാത്ത സങ്കടത്തുള്ള സ്വരത്തിൽ തന്നെ അവൻ പറഞ്ഞു, അമ്മേ, പാവമല്ലേ അമ്മേ സുധി, അവൾ ഗർഭിണിയും കൂടിയല്ലേ അമ്മേ. ഈ അവസരത്തിൽ വെറുതെ അവളെ സ്വന്തം വീട്ടിലേക്ക് അടിച്ചിറക്കി വിടുന്നത് എത്ര ക്രൂരതയാണെന്ന് നമുക്കറിയില്ലേ. അവളെ ഇങ്ങോട്ടേക്ക് തിരികെ വിളിച്ചൂടെ അമ്മക്ക്? അവൾക്ക് വേണ്ടാവുന്ന പരിചരണങ്ങളും സ്നേഹമൊക്കെ കൊടുത്ത് ഈ വീട്ടിലല്ലേ അവൾ വളരേണ്ടത്? ഞാനല്ലേ അവളുടെ വയറ്റിൽ വളർന്ന കുഞ്ഞിന്റെ അച്ഛൻ. എനിക്ക് അവളെ കാണാതിരിക്കാനൊന്നും പറ്റില്ല അമ്മേ. സുധിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ചന്ദ്രമതിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അവർ ചുറ്റും നോക്കി. ആരും കേൾക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം സുധിയുടെ അരികിലേക്ക് ആഞ്ഞുകൊണ്ട് തന്നെ പല്ലെറുമ്പിക്കൊണ്ട് പറഞ്ഞു, മിണ്ടി പോവരുത് നീ. ഒരു കാര്യം ഞാൻ നിന്നോട് ഇപ്പൊ തന്നെ ഒന്ന് വ്യക്തമായി പറഞ്ഞേക്കാം. അച്ഛനോട് എങ്ങാനും ഈ ഒരു കാര്യം നീ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തീരുമെല്ലാം. നീ ഒന്ന് ഓർത്തു നോക്കിക്കേ. നിന്നോട് ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് അവൾ പ്രഗ്നന്റ് ഒന്നും അല്ലാന്ന്. അവൾ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വെറുതെ കള്ളത്തരം പറയുന്നതാണ്. അവളെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിന് അവൾ പ്രയോഗിക്കുന്ന അടവാണിത്. അമ്മേ, അവൾ അങ്ങനെയൊന്നും ചെയ്യുന്നവളൊന്നുമല്ല. അവൾ എന്നോട് കള്ളത്തരമൊന്നും പറയാറില്ല. അവൾ പ്രഗ്നന്റ് ആണെന്ന് എനിക്ക് ഉറപ്പാണ്. അമ്മ വെറുതെ അവൾ എങ്ങനെ സംശയിക്കുകയാണ്? സുധി തന്റെ ഭാര്യ എങ്ങനെ ന്യായീകരിച്ചു? അവന്റെ ഒരു പ്രഗ്നന്റ്. മിണ്ടി പോവരുത് നീ ഇതിനെക്കുറിച്ച്. ഇനി നീ മിണ്ടരുത്. എടാ, കൂടുതൽ കിടന്ന് എന്നോട് ഇങ്ങനെ തർക്കിക്കാതെ പോയി കിടന്നുറങ്ങാൻ നോക്ക്. നിന്റെ അച്ഛമ്മക്ക് എന്തെങ്കിലും ഒരു ചെറിയ സംശയം പോലും തോന്നിയാൽ പിന്നെ ഈ ചന്ദ്രമതിയുടെ ശരിക്കുള്ള സ്വഭാവം നീ അങ്ങ് അറിയും. എന്തെങ്കിലും കാരണവശാൽ ശ്രുതി ഈ ഒരു സത്യം നിന്റെ അച്ഛമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ വീട്ടിൽ ഒരു നിമിഷം പോലും ഉണ്ടായിരിക്കില്ല. ഞാൻ ഇവിടെ നിന്നും ഇറങ്ങിപ്പോവും, പറഞ്ഞേക്കാം. ചന്ദ്രമതി അത്രയും പറഞ്ഞ് ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞ് അവിടെ നിന്നും ദേഷ്യത്തോട് ഇറങ്ങിപ്പോവാണ്. ശ്രുതിയാണെങ്കിൽ ആകെ തളർന്നുപോയി. അവനിങ്ങനെ ഉമ്മർത്ത തൂണിലിങ്ങനെ ചാഞ്ഞിരുന്ന് തലക്ക് കൈവച്ചൊന്ന് നീക്കാണ്. അവന്റെ മനസ്സ് നിലയിൽ ശ്രുതിയുടെ മുഖം മാത്രമായിരുന്നു. ഈ അവസ്ഥയിൽ അവൾ എങ്ങനെ കഴിയുന്നുണ്ടാവുമെന്ന ചിന്ത അവനെ വല്ലാതെ അലട്ടി. പാവം ശ്രുതി. അങ്ങനെ അച്ചമ്മയുടെ സാന്നിധ്യം കൊണ്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാമെന്നൊക്കെ അവൻ കരുതിയിരുന്നു. എന്നാൽ ആ ഉരുള പ്രതീക്ഷയും ഇപ്പൊ പൂർണ്ണമായും തന്നെ തകർന്നിരിക്കുന്നു. പിറ്റേന്ന് രാവിലെ തറവാട്ടുമുറ്റത്ത് നേരെ ആ കലാവതി അച്ചമ്മ സ്വന്തം തറവാട്ടിലേക്ക് തിരികെ പോവാനായിട്ട് ഒരുങ്ങി ഉമ്മറത്തേക്ക് വന്നു. അവരുടെ കയ്യിൽ ഒരു ചെറിയ യാത്രാ ബാഗ് ഉണ്ടായിരുന്നു. ആ സമയത്തിന് സച്ചി അങ്ങോട്ടേക്ക് നടന്നു വന്നു. സച്ചി വിഷമത്തോട് ചോദിച്ചു, അച്ചമ്മേ, ഇന്ന് തന്നെ പോകണമെന്നുണ്ടോ? 2 ദിവസം കൂടി ഇവിടെ നിന്നിട്ട് പോയാ പോരെ? അച്ചമ്മ വന്നിട്ട് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ. അച്ചമ്മ സച്ചിയുടെ തോളിലങ്ങ് കൈവച്ചു. എടാ, എനിക്ക് ഇപ്പൊ തന്നെ പോണം മോനെ. എനിക്കിവിടെ നിൽക്കാനൊന്നും ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ നാട്ടിൽ വയലിൽ പണിക്കാരൊക്കെ ഉള്ളതല്ലേ. ഞാൻ ഇവിടെ ചെന്നില്ലെങ്കിൽ അതൊന്നും തന്നെ ശരിയാവില്ല. പിന്നെ നിന്നോട് ഞാൻ പറഞ്ഞ കാര്യം എപ്പോഴും ഓർമ്മ വേണം. ക്ഷേത്രത്തിൽ പോയി 41 ദിവസത്തെ വ്രതം കൃത്യമായിട്ട് തന്നെ നോറ്റ് തൊഴുത് പ്രാർത്ഥിക്കണം നീ. നിനക്കറിയാമല്ലോ കാര്യങ്ങളൊക്കെ. അറിയാമച്ചമ്മേ, ഞാനത് ചെയ്യാമെന്ന് സച്ചി തലയാട്ടിക്കൊണ്ട് സമ്മതിച്ചു. തുടർന്ന് അച്ചമ്മ അവിടെ നിന്ന് രവീന്ദ്രന്റെ നേർക്ക് തിരിഞ്ഞു. രവീന്ദ്ര, സച്ചിയോട് ഞാൻ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് നീ അവനെ അതൊന്ന് ഓർമ്മിപ്പിക്കണം. ഇത് ഇവന്റെ സ്വന്തം കാര്യത്തിൽ വലിയ ശ്രദ്ധയൊന്നുമില്ല. നീ ഒരു അച്ഛൻ എന്ന നിലയിൽ അതൊന്ന് നോക്കണം. രവീന്ദ്രൻ ആദരവോടെ പറഞ്ഞു. അമ്മേ, അതൊക്കെ ഞാൻ പറഞ്ഞോളാം. അമ്മ അതിനെ കുറിച്ചിട്ടൊന്നും ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട. അതൊക്കെ ഞാൻ നോക്കിക്കോളാമെന്ന് പറയും. അങ്ങനെ ഈ സംഭവങ്ങളെല്ലാം തന്നെ ദൂരെ നിന്നും മാറി നിന്ന് കേൾക്കുകയായിരുന്ന ചന്ദ്രമതിക്ക് അപ്പോഴാണ് ശ്വാസം അങ്ങ് നേരെ വീണത്. കലാവതി അച്ചമ്മ പോവുകയാണ്. ആ കാര്യം കേട്ടപ്പോൾ അവരുടെ ഉള്ളിലെ ഭയം അങ്ങ് ഒഴിഞ്ഞുപോയി. സച്ചി 2 ദിവസം കൂടി നിൽക്കാൻ പറഞ്ഞപ്പോൾ ചന്ദ്രമതിയുടെ നെഞ്ചിരിപ്പ് കൂടിയിരുന്നു. എങ്ങാനും അച്ചമ്മ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിൽക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ പിന്നെ തന്റെ കള്ളത്തരങ്ങളെല്ലാം തന്നെ പൊളിഞ്ഞ് ചീറ്റുകൊട്ടാരം പോലെ ആവുമെന്ന കാര്യം ആ ഒരു ചിന്ത ചന്ദ്രമതിയുടെ മനസ്സിലുണ്ടായിരുന്നു. ഇപ്പൊ അച്ചമ്മ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും ചന്ദ്രമതിക്ക് വലിയ സമാധാനമായി. എന്നാ സുധിയുടെ അവസ്ഥ നേരെ തിരിച്ചായിരുന്നു. അവനിങ്ങനെ ആകെ തളർന്നു പോയിരുന്നു. പക്ഷെ അച്ചമ്മ അവിടെ വന്ന് 2 ദിവസം കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ എങ്ങനെയെങ്കിലും ശ്രുതിയുടെ കാര്യങ്ങളൊക്കെ അച്ചമ്മ അറിയുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ തനിക്ക് ശ്രുതിയെ അന്തസ്സായി തന്നെ ഈ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരാമായിരുന്നു, തിരികെ വിളിക്കാമായിരുന്നു. എന്നാ സുധിയുടെ അവസാന പ്രതീക്ഷയും തകർത്തുകൊണ്ട് തന്നെ അച്ചമ്മ അവിടെ നിന്നും പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങാണ്. ഇത്തവണ അച്ചമ്മ പോകരുതെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് സുധി. പക്ഷേ വിധി അവന് അനുകൂലമായിരുന്നില്ല. സച്ചി അച്ചമ്മയുടെ ബാഗ് കയ്യിലേക്കെടുത്ത് പറഞ്ഞു, അച്ചമ്മേ, വണ്ടി റെഡിയാണ്. ഞാൻ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുപോയി വിടാമെന്ന് പറയും.
അച്ഛമ്മ പറയുന്നത്, എടാ മോനെ ഞാൻ പോയിക്കോളാം, നീ വെറുതെ ബുദ്ധിമുട്ടൊന്നും വേണ്ട. അതൊന്നും ശരിയാവില്ല അച്ഛമ്മേ, ഞാൻ ബസ് സ്റ്റോപ്പിൽ പോയതാലും കൊണ്ടുപോയി വിടാം, ബസ് കയറി വിട്ടിട്ടേ വാ പോവാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ സച്ചി നിർബന്ധിക്കാണ്. അങ്ങനെ സച്ചിയും അച്ഛമ്മയും കൂടെ മുറ്റത്തേക്ക് ഇറങ്ങി നടന്നു. അവർ പോകുന്നത് നോക്കി ഇങ്ങനെ സുധി നിശബ്ദമായി അകത്തേക്ക് പോവാണ്. അവന്റെ ഉള്ളിലെ സങ്കടം കണ്ണീരായി മാറാൻ തുടങ്ങി. അച്ചമ്മ പോയി കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി ഉമ്മറത്തെ കസേരയിലങ്ങിരുന്നു. അവൻ തന്റെ നെറ്റിയിലെ വിയർപ്പ് തുളച്ചുകൊണ്ട് ആശ്വാസത്തോട് പറഞ്ഞു, ഹോ എന്റെ ദൈവമേ, രക്ഷപ്പെട്ടു. ഇത്തിരി സമയം മുളുമോ നിൽക്കുന്ന പോലെയായിരുന്നു ഞാൻ നിൽക്കുന്നത്. എങ്ങാനും സത്യം പിടിക്കപ്പെടുമോ എന്നായിരുന്നു എന്റെ പേടി. ആ സമയത്തിന് രവീന്ദ്രൻ അങ്ങോട്ടേക്ക് നടന്നു വന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് കടുത്ത ദേഷ്യവും അനിഷ്ടവും പ്രകടമായിരുന്നു. അദ്ദേഹം ചന്ദ്രമതിയുടെ മുന്നിൽ വന്നു നിന്നുകൊണ്ട് തന്നെ കൈകൾ ഇങ്ങനെ കെട്ടിക്കൊണ്ട് ചോദിച്ചു, ഇപ്പൊ നിനക്ക് വലിയ സമാധാനമായില്ലേ ചന്ദ്രേ? ചന്ദ്രമതി പെട്ടെന്നെ ഭാവം മാറ്റി ചോദിച്ചു. അതെന്താ രവേട്ട അങ്ങനെ പറഞ്ഞത്? ഞാൻ എന്ത് ചെയ്തെന്നാ? അല്ല, അമ്മ പോയി കഴിഞ്ഞപ്പോൾ നിനക്ക് വലിയ ആശ്വാസമായിട്ടുണ്ടാവും. കഴിഞ്ഞ 2 ദിവസമായിട്ട് നീ ഒന്നാന്തരം കള്ളത്തരങ്ങൾ പറഞ്ഞു നടക്കൂലേ? നീ അമ്മയുടെ മുന്നിൽ ഒരുപാട് കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞിട്ടല്ലേ പിടിച്ചു നിൽക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ അമ്മ ഈ സത്യങ്ങളെല്ലാം അറിയും. ശ്രുതി പ്രഗ്നന്റ് ആണുള്ള കാര്യവും അവൾ ഈ വീട് വിട്ട് സ്വന്തമായി പോയതല്ലേ? നീ അവളെ സ്വന്തമായി പോയതൊന്നല്ലല്ലോ, നീ അവളെ എവിടെ നിന്നും അടിച്ചിറക്കിയതല്ലേ? ആ കാര്യം എന്തായാലും അമ്മ അറിയും. അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമ്മ നിന്നെ വെറുതെ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? രവീന്ദ്രൻ ഒരു മുന്നറിയിപ്പ് നൽകി. ചന്ദ്രമതി ദേഷ്യത്തോടെ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, അതൊക്കെ അതെന്തായത് രവിയേട്ടാ നിങ്ങൾ ഈ പറയുന്നത്? ഞാൻ എന്തിനാ അവളെ വെറുതെ ഇവിടെ നിന്ന് പുറത്തിറക്കിയതാണോ? അല്ലല്ലോ. എടി, അമ്മയുടെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ? അതെങ്ങാനും അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നേരെ ഒരു വരവ് ഇങ്ങോട്ടേക്ക് അങ്ങ് വരും. പിന്നെ എന്താ ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് നിനക്കറിയില്ല. ബാക്കി എന്തും അമ്മ സഹിക്കും, പക്ഷേ കള്ളത്തനം പറഞ്ഞാൽ മാത്രം അമ്മ അത് സഹിക്കില്ല. നീ ചെയ്തത് വലിയ തെറ്റാണ്. രവീന്ദ്രൻ ശബ്ദം താഴ്ത്തി എന്നാൽ ശക്തമായി തന്നെ പറഞ്ഞു. ഓ, അപ്പോ ഈ പറയുന്ന ശ്രുതി എന്ന് പറയുന്ന പുള്ളിക്കാരി വലിയ പുണ്യാളവതിയാണല്ലോ. അവൾ എന്താ ഇവിടെ കാണിച്ചത്? അവൾ പറഞ്ഞതും വലിയ കള്ളത്തരല്ലേ? ചന്ദ്രമതി പരിഹാസത്തോട് ചോദിച്ചു. എടി, അവൾ ഗർഭിണിയല്ലേ? ഒരു ഗർഭിണിയായ പെണ്ണിനോടാണോ നീ ഇങ്ങനെ ക്രൂരത കാണിക്കുന്നത്? പിന്നെ നിനക്കിപ്പോ എന്താ പ്രശ്നം? അവളുടെ വീട്ടിൽ പണമില്ലാത്തതിന്റെ പേരിലല്ലേ നീ അവളെ എവിടെ നിന്നും പുറത്താക്കാൻ നോക്കിയത്? ഇഷ്ടംപോലെ പൈസയും സ്വർണ്ണമൊക്കെ അവൾ കൊണ്ടുവന്നു തരുന്നുമായിരുന്നുവെങ്കിൽ നീ അവളെ ഇവിടെ തന്നെ താങ്ങി പിടിച്ച് അകത്തേക്ക് കയറ്റി കൊണ്ടുവന്നേനേലോ. നിന്റെ ഉള്ളിലെ ഈ ഒരു പണക്കൊതി എനിക്കറിയാത്തത് കൊണ്ടൊന്നുമല്ല, രവീന്ദ്രൻ രോഷത്തോടുകൂടെ പറഞ്ഞു. പിന്നെ ഒന്ന് പോയേ രവേട്ട, ഞാൻ അങ്ങനെയൊന്നുമല്ല. എനിക്ക് എന്റെ മകന്റെ ജീവിതമാണ് പ്രധാനം, ചന്ദ്രമതി തർക്കിച്ചു. എന്റെ ചന്ദ്രേ, നിന്നെ എനിക്ക് ഇന്നോ ഇന്നലെയോ ഒന്നും അറിയാവുന്നതൊന്നുമല്ലല്ലോ. നീ കൂടുതലൊന്നും പറഞ്ഞ് എന്നെ ഇങ്ങനെ പഠിപ്പിക്കണ്ട. പക്ഷേ നീ ചെയ്യുന്നത് വലിയ ക്രൂരതയാണ് കേട്ടോ. എത്രയും പെട്ടെന്ന് അവളെ പോയി കണ്ട് തെറ്റുകളൊക്കെ പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വരാൻ നോക്ക്. അതിലാണ് ഈ കുടുംബത്തിന്റെ നന്മ. അത്രയും പറഞ്ഞ് രവീന്ദ്രൻ ദേഷ്യത്തോടുകൂടെ അകത്തേക്കങ്ങ് നടന്നുപോയി. ചന്ദ്രമതി അവിടെ തന്നെ ഇങ്ങനെ വാശിയോടെ നിൽക്കുകയാണ്. അവരിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, എന്നെ കൊന്നാലും ശരി ഞാൻ ആ ശ്രുതിയെ വീട്ടിലേക്ക് കാല് കുത്താൻ ഒരിക്കലും സമ്മതിക്കില്ല. ഒരു കാരണവശാലും അവൾ ഇങ്ങോട്ടേക്ക് വരാനും പാടില്ല. അവൾ വന്നാൽ പിന്നെ ശ്രുതിക്ക് നല്ലൊരു ജീവിതം ഇവിടെ ഉണ്ടാവും. ശ്രുതി എനിക്ക് വേറെ നല്ലൊരു നിലയിലുള്ള നല്ലൊരു കുടുംബത്തിലുള്ള നല്ലൊരു പണക്കാരി പെണ്ണിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഞാൻ എന്റെ തീരുമാനം ഇവിടെ നിന്നൊന്നും മാറ്റാനും പോകുന്നില്ല. ഇതേ സമയം വീടിന്റെ ഉമ്മറത്തെ ഒരു ഒഴിഞ്ഞ കോണിൽ ഒരു ചെറിയ മുറി രേവതിയാണെങ്കിൽ ഇങ്ങനെ ജോലി ചെയ്യാണ്. അവൾ ആ മുറിയിൽ ഇങ്ങനെ തൂത്തുവാരി വൃത്തിയാക്കായിരുന്നു. പൊടിയൊക്കെ തട്ടി എല്ലാം തുടച്ചിങ്ങനെ വൃത്തിയാക്കായിരുന്നു. അവളുടെ മുഖത്ത് ഒരു വലിയ സങ്കടം നേളിച്ചു നിൽക്കുമായിരുന്നു. ഓരോ സാധനങ്ങളും എടുത്തു വെക്കുമ്പോൾ അവൾ ദീർഘമായൊന്ന് ശ്വാസം വിടുന്നുണ്ടായിരുന്നു. ആ സമയം സച്ചി അച്ചമ്മയുടെ ബസ് സ്റ്റോപ്പിൽ വിട്ടതിനു ശേഷം മുറിയിലേക്ക് കടന്നു വന്നു. രേവതിയുടെ ഈ ഒരു അവസ്ഥ അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സച്ചി അവളുടെ അരികിലേക്ക് ചെന്ന് ചോദിച്ചു, എന്തു പറ്റി രേവതി? നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? എന്തോ വലിയ ആലോചനയിലാണല്ലോ. രേവതി അവനെ നോക്കിയിട്ട് ഒരു കള്ളച്ചിരി വരുത്താൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു, ഒന്നുമില്ല സച്ചിയേട്ടാ, ഞാൻ വെറുതെ ഈ മുറി വൃത്തിയാക്കുമായിരുന്നു. സച്ചി അവരുടെ കൈകളിങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെ കട്ടിലിരുത്തി. എന്തോ കാര്യമായിട്ടുണ്ട്. എനിക്കറിയാമല്ലോ നിന്റെ ഉള്ളിൽ എന്തോ സങ്കടം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ എന്നോട് പറ. രേവതിയുടെ കണ്ണുകൾ പെട്ടെന്ന് അങ്ങ് നിറഞ്ഞു തുളുമ്പി. അവൾ സച്ചിയുടെ മുഖത്തേക്ക് നോക്കി സങ്കടത്തോട് പറഞ്ഞു, അത് പിന്നെ അച്ചമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടപ്പോ എനിക്ക് എന്തോ സങ്കടം വന്നു സച്ചിയേട്ടാ. നമ്മളല്ലേ ഈ കുടുംബത്തിൽ ആദ്യം കല്യാണം കഴിച്ചവര്. എന്നിട്ടും ഇതുവരെയായിട്ട് നമുക്കൊരു കുഞ്ഞുണ്ടായിട്ടില്ലല്ലോ. അതാണ് എന്റെ സങ്കടം. ഇപ്പൊ ഇതാ വർഷ ഗർഭിണിയായി, ശ്രുതിയും ഗർഭിണിയായി എന്ന് പറയും. പക്ഷേ നമുക്ക് മാത്രം എന്താ സച്ചിയേട്ടാ ഇങ്ങനെ? ദൈവത്തിന് നമ്മളോട് മാത്രം എന്താ ഇത്ര ദേഷ്യം? ഇത് കേട്ട ഉടനെ തന്നെ സച്ചിയുടെ ഉള്ളിൽ വലിയ സങ്കടം തോന്നി. എങ്കിലും അവൻ തന്റെ വികാരങ്ങളെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് തന്നെ രേവതിയെ ചേർത്ത് പിടിച്ചു. അവളെ ആശ്വസിപ്പിക്കാനായിട്ട് അവൻ പറഞ്ഞു, നീ അതിനെക്കുറിച്ചോർത്ത് വിഷമിക്കേണ്ട രേവതി. അധികം വൈകാതെ തന്നെ നമുക്കും ഒരു കുഞ്ഞുണ് പിറക്കും. നീ ഇപ്പോ സമാധാനമായിരിക്ക്. ഒന്നുമില്ലെങ്കിലും 2 കുഞ്ഞുങ്ങളല്ലേ ഈ കുടുംബത്തിലേക്ക് ഇനി വരാൻ പോകുന്നത്. അതോർത്ത് നമുക്ക് സന്തോഷിക്കാം. ദൈവം തരുമ്പോ നമുക്കും തരും. ദൈവം ഏതായാലും നമുക്കും തരാതിരിക്കില്ല. നീ വിഷമിക്കാതെ. രേവതി ആ ചെറിയ മുറിയുടെ 4 ചുവരുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു, ആഗ്രഹമില്ലാഞ്ഞിട്ടുള്ള സച്ചിയേട്ടാ, പക്ഷേ ചിലപ്പോ ഓർക്കുമ്പോ വേണ്ടാന്ന് വെക്കും. കാരണം നമുക്ക് എന്ന് പറയാൻ സ്വന്തമായിട്ട് നല്ലൊരു മുറി പോലുമില്ല. ഇവിടെ നാളൊരു കുഞ്ഞു വന്നു കഴിഞ്ഞാൽ ഒരു തൊട്ടിൽ കെട്ടാനുള്ള സ്ഥലം പോലുമില്ലല്ലോ. ഓർക്കുമ്പോ തന്നെ എന്തോ പ്രതിസന്ധി വന്നാലും ശരി സ്വന്തമായിട്ടൊരു കുഞ്ഞു വേണമെന്ന് ആഗ്രഹം തോന്നും.
കല്യാണം കഴിയുന്ന ഏതൊരു സ്ത്രീയുടെയും മനസ്സിലുണ്ടാവുന്ന ഏറ്റവും വലിയ ആഗ്രഹമല്ലേ അത് സച്ചിയേട്ടാ? അതെ, അതില്ലാതാവുമ്പോൾ ഉണ്ടാവുന്ന വേദന ചെറുതൊന്നുമല്ല. സച്ചിക്ക് അവളുടെ വിഷമം, ഉള്ളിലെ ആഗ്രഹങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞുണ്ടാവാൻ വേണ്ടി അവരും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എല്ലാം ദൈവത്തിന്റെ കയ്യിലാണല്ലോ എന്ന് വിചാരിച്ച് അവർ സമാധാനിക്കുകയാണ്. ആ സമയം രേവതിയുടെ മനസ്സിലേക്ക് വന്നത് വർഷയുടെ ആ ഒരു കാര്യമായിരുന്നു. താനും സച്ചിയും ഒരു കുഞ്ഞുമായി ഇത്രയധികം ആഗ്രഹിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ചെയ്യുമ്പോൾ വർഷ തന്റെ വയറ്റിൽ വളർന്ന ആ ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര വിചിത്രമായ കാര്യമാണിത് എന്ന് രേവതി ഓർത്തു. സച്ചി രേവതിയുടെ ആലോചനകളെ മുറിച്ചുകൊണ്ട് പറഞ്ഞു, പിന്നെ രേവതി, ഞാനൊരു കാര്യം കൂടി പറയാം. എന്താ സച്ചിയേട്ടാ? ശ്രുതി എങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിനെ പറ്റി നമുക്കൊരു കാര്യം ചെയ്യാം. അവളോട് നേരിട്ട് സംസാരിച്ചു നോക്കാം. ശ്രുതി എന്താ ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കണല്ലോ. എങ്ങനെയാണെങ്കിലും അവൾ പ്രഗ്നന്റ് അല്ലേ? പ്രഗ്നന്റ് ആണെങ്കിൽ അവൾ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരിക തന്നെ ചെയ്യണം. അവളുടെ അവസ്ഥ മോശമായിരിക്കാം. സച്ചി തന്റെ നിലപാട് വ്യക്തമാക്കി. രേവതി അല്പം ചിന്തിച്ചതിനു ശേഷം പറഞ്ഞു, അത് ശരിയാ സച്ചിയേട്ടാ, പക്ഷേ അമ്മ അതിന് സമ്മതിക്കുമോ എന്ന് എനിക്കറിയില്ല. അമ്മക്ക് അവളോട് വലിയ ദേഷ്യമാണ്. സച്ചി അല്പം ഗൗരവത്തോടെ പറഞ്ഞു, അവൾ പ്രഗ്നന്റ് ആണെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ നോക്കണം. പക്ഷേ അവളുടെ സ്വഭാവം എങ്ങനെയാണെന്ന് പ്രവചിക്കാൻ പോലും പറ്റില്ലല്ലോ. കള്ളത്തരത്തിന്റെ ഉസ്താദല്ലേ അവള്. അതുകൊണ്ട് അവൾ ഇതും വല്ല കള്ളത്തരം കാണിച്ചതാണോന്ന് ആർക്കറിയാം. സ്വന്തം ആവശ്യത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവളാണ് അവള്. അത് കേട്ടപ്പോൾ രേവതി അതിനോട് യോജിച്ചു. നമുക്ക് നോക്കാം സച്ചിയേട്ടാ. എന്താണെങ്കിലും ഇത്രയൊക്കെ കള്ളത്തരങ്ങൾ കാണിച്ചു നിൽക്കുന്ന സ്ഥിതിക്ക് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിന് മുൻപ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് അന്വേഷിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും അവളുടെ കള്ളത്തരത്തിൽ കബളിപ്പിക്കപ്പെടാനൊന്നും പാടില്ലല്ലോ. അതുകൊണ്ട് സൂക്ഷിക്കുന്നത് നല്ലതാണ്. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ വെച്ചുകൊണ്ട് തന്നെ ശ്രുതി ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിന് മുൻപ് ശ്രുതിയുടെ ഗർഭം അത് സത്യമാണോ അല്ലയോ എന്നുള്ളത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ തീരുമാനിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡായിട്ട് വരുന്നത്. അങ്ങനെ ചന്ദ്രമതി ഏതായാലും ശ്രുതി ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ നിർബന്ധിതയാവാണ് സുധീര നിർബന്ധ പ്രകാരം. അതോടുകൂടി തന്നെ ചന്ദ്രമതി ഒരു ഡിമാൻഡ് വെക്കാണ്. അതെ, അവൾ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാം. സച്ചിനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ ശ്രുതിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ചന്ദ്രമതി തീരുമാനിക്കുന്നുണ്ടെങ്കിലും ശ്രുതി പോലും അറിയാതെ ചന്ദ്രമതി നേരെ ശ്രുതിയെ കൂട്ടിക്കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. സച്ചിയുടെയും ചന്ദ്രമതിയുടെയും പ്ലാൻ ആയിരിക്കും അത്. അങ്ങനെ സച്ചിയെ കൂട്ടിക്കൊണ്ട് തന്നെ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് എന്ന് മാത്രമല്ല, അവിടെ വെച്ച് പരിശോധിക്കുന്ന സമയത്തായിരിക്കും ശ്രുതി പ്രഗ്നന്റ് അല്ല എന്ന സത്യമെല്ലാം തന്നെ ചന്ദ്രമതി തിരിച്ചറിയുന്നത്. അങ്ങനെ ചന്ദ്രമതിയും ശ്രുതിയും തമ്മിൽ അടിപൊളി ഒരു വഴക്കൊക്കെ വരുന്ന അടിപൊളി എപ്പിസോഡൊക്കെ വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.